നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും പാരമ്പര്യത്തിനും പൈതൃകത്തിനുമൊക്കെ കളങ്കം ചാർത്തിയ ദിവസങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് നടക്കുന്നത്. ഒരു പാർലമെൻറ്റ് അംഗമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട് നേടിയെടുത്ത് ജയിച്ചു വരുന്ന ആളുകളാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആ സമരത്തെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് വളരെ പ്രാകൃതമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഉണ്ടാകാത്ത നരനായാട്ടാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ സമരം നടത്തിയ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളുടെ പേരിൽ സ്വീകരിച്ചത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ പ്രായാധിക്യമുള്ള മല്ലികാർജുന ഖാർഗെ വരെ ആ സമരത്തിൽ പങ്കെടുത്തു. ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച രണ്ട് പ്രധാനമന്ത്രിമാരാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയും ശ്രീ രാജീവ് ഗാന്ധിയും. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമക്കളാണ് ശ്രീ രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും. രാജീവ് ഗാന്ധിയുടെ മക്കളാണ്. രണ്ടുപേരും പാർലമെൻറ്റ് അംഗമാണ്. അതിലൊരാൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും താഴെയിട്ട് വലിച്ചഴിച്ചാണ് കൊണ്ടുപോയത്. ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള എല്ലാ എംപിമാരെയും ക്രൂരമായി മർദ്ദിച്ചു. ഞാൻ ആ തിക്കിനും തിരക്കിലും ഇടയിൽപ്പെട്ട് എൻ്റെ കണ്ണാടി നഷ്ടപ്പെട്ടു. എൻ്റെ പുറത്ത് ചവിട്ടിയിട്ടാണ് ആളുകൾ മുമ്പോട്ട് നീങ്ങിയത്. അവസാനം KC വേണുഗോപാൽ എന്നോട് പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ഇതിനകത്ത് പങ്കെടുക്കേണ്ട മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലും ഞാൻ കേൾക്കാതാണ് ഈ സമരത്തിൽ പങ്കെടുത്തത്. ഇന്ന് പാർലമെൻറ്റ് ഇതിനൊരു പരിഹാരം ഉണ്ടാകാതെ സുഗമമായി പ്രവർത്തിക്കാൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ക്രൂരമായിട്ടാണ്, പൈശാചികമായിട്ടാണ് വലിച്ചടിച്ചത്. അദ്ദേഹത്തിൻ്റെ മൂക്കിൽ കൂടെ ചോര വാർന്നൊലിക്കുന്ന രംഗം എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഗവൺമെൻറ്റാണ്. ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ കയ്യിൽ ഈ പരീക്ഷ കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് കേന്ദ്ര ഗവൺമെൻറ് ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയിരിക്കുന്നത്. 93 വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട്. അതിൽ ഒരു മാസമായി 12 പേരാണ് മരിച്ചത്. ആ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നഷ്ടപരിഹാരം കൊടുക്കാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. മൂന്നാമത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സഭയിൽ വന്ന് പരസ്യമായി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകണം. ഞങ്ങൾ 5 ആവശ്യങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. ഈ 5 ആവശ്യങ്ങളോട് അനുഭാവപൂർവമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ പാർലമെൻറ്റ് സുഗമമായി ഓഗസ്റ്റ് 13 വരെ നടത്താൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. പ്രതിഷേധം നിശ്ചയിച്ചിരിക്കുന്നത് മാത്രമല്ല, നമുക്കറിയാമല്ലോ, ഇപ്പോൾ അയോധ്യയിൽ 1500 കോടി രൂപയുടെ അഴിമതി നടന്നു. ആരാണ് ഭൂമി പൂജ നടത്തിയത്? പ്രധാനമന്ത്രി. ആരാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത്? പ്രധാനമന്ത്രി. ആരാണ് ധ്വജാരോഹണം നടത്തിയത്? പ്രധാനമന്ത്രി. ആരാണ് അയോധ്യയിൽ ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്? പ്രധാനമന്ത്രി. എന്നിട്ട് അങ്ങേര് ഈ 1500 കോടി രൂപയുടെ അഴിമതി നടന്നിട്ട് ഇന്ന് വരെ കമാന്നൊരക്ഷരം വാ തുറന്ന് സംസാരിച്ചിട്ടില്ല. മധ്യപ്രദേശ് മുഖ്യമന്ത്രി, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി അടക്കം ചില മുഖ്യമന്ത്രിമാർ BJPയുടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പാർലമെൻറ്റ് വളരെ പ്രക്ഷുബ്ധമാകും. ഒരു കാരണവശാലും പാർലമെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതിന് പരിഹാരം കാണാതെ ഇന്ത്യയിലെ പാർലമെൻറ്റ് ഇനി ചലിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇന്ന് എങ്ങനെയായിരിക്കും ഒരു പ്രതിഷേധം? ഇന്നിപ്പോൾ രാവിലെ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നുണ്ട്. ഒത്തുകൂടിയതിന് ശേഷം തീരുമാനമെടുക്കും. തീരുമാനമെടുത്തിട്ടാണ് ഇന്നത്തെ സമരപരിപാടികൾ തീരുമാനിക്കുന്നത്. ഇന്നലെ പ്രത്യേകിച്ച് ഈ പോലീസ് നടപടി എംപിമാർക്കെതിരെ ഉണ്ടായത് വലിയ സംഘർഷ രീതിയിലായിരുന്നു, വലിയ അക്രമ രീതിയിലായിരുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? സമാധാനപരമായിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കുകയാണല്ലോ ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ത്യൻ ജനസമൂഹത്തോട് പറയുക എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മിനിമം ഡിമാൻഡ്. അതുകൊണ്ട് ഒരു പാർലമെൻറ്റ് അംഗങ്ങളെ ഇത്ര ക്രൂരമായ നടപടിയിലൂടെ നേരിടേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. അവിടെ പോലീസ് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. മാത്രമല്ല, ഒരു കേന്ദ്രമന്ത്രി വന്നു, രാഹുൽ ഗാന്ധിയെ കണ്ടു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ രേഖാമൂലം അംഗീകരിച്ചാൽ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറാമെന്നാണ്. പക്ഷേ ഒരു കാരണവശാലും മന്ത്രി അനുഭാവപൂർവമായ ഒരു നിലപാട് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളപ്രചരണം നടത്താൻ
ആ മന്ത്രി തയ്യാറായി. മാത്രമല്ല, ഈ പ്രായം കൊണ്ടല്ലല്ലോ യൗവനം തീരുമാനിക്കുന്നത്. വാർദ്ധക്യത്തിലുള്ളവർക്കും യൗവന മനസ്സുകളുണ്ട്. പക്ഷേ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഒരു യൗവന മനസ്സില്ല. രാഹുൽ ഗാന്ധിയുടെ മനസ്സ് യുവജനങ്ങളുടെ മനസ്സാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ തെരുവിൽ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി സംസാരിച്ച് ഇത്ര വലിയൊരു സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ജന്തർ മന്ദിറിൽ നടന്ന സംഭവവികാസങ്ങളോട് ഞങ്ങൾക്കൊരിക്കലും യോജിക്കാൻ ആവില്ല. സോന വാങ്ചുവിനെ അവിടുന്ന് കൊണ്ടുപോകുന്നത് ഒരു മൃതശരീരം കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മളൊക്കെ കണ്ടത്. അവിടെ നരനായാട്ടാണ് നടന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചൗരി ചൗരയിലും അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലത്തും കണ്ടാണ്. ആ സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോഴും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ബ്രിട്ടീഷുകാരുടെ ഏകാധിപത്യ ശൈലിയിലാണ് ഈ ഗവൺമെൻറ് പെരുമാറുന്നത്. ജർമ്മനിയിലെ ഹിറ്റ്ലർ, അതുപോലെ ഇറ്റലിയിലെ മുസോളിനി, അതുപോലെ സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിൻ, ഇവരുടെയൊക്കെ അവസാനം ഗതികെട്ടതായിരുന്നു എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് നന്നായിരിക്കും.